we are discussing about the earth. നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ലാസ്റ്റ് എർത്തിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. we know that the earth is a beautiful planet. we know that നമ്മുടെ ഭൂമി ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാനറ്റ് ആണ്. and it has land and water, mountains and valleys, hills and plains. എന്തൊക്കെ ഉണ്ട് നമ്മുടെ ഭൂമിയിൽ? വെള്ളവും കരയും, എന്തൊക്കെ മൗണ്ടെയിൻസും ഹിൽസും വാലീസും പ്ലെയിൻസും ഒക്കെ ഉണ്ട് അല്ലേ. പർവ്വതങ്ങളും സമതലങ്ങളും കുന്നുകളും മലകളും ഒക്കെ ഉള്ള അല്ലേ, ലാൻഡും വാട്ടറും ഒക്കെ ഉള്ള നമ്മുടെ ഭൂമി, നമ്മുടെ എർത്ത് വളരെ ബ്യൂട്ടിഫുൾ ആണ് എന്ന് നമുക്കറിയാം. ആൻഡ് ഇറ്റ് ഹാസ് ഫ്ലവേഴ്സ് ആൻഡ് പീപ്പിൾ. പൂക്കളും ആളുകളും ഒക്കെ ഉണ്ട് അല്ലേ. ദെൻ ഹൗവർ ഇറ്റ് ഹാസ് നോട്ട് ഓൾവേസ് ബീൻ ലൈക്ക് ദിസ്. എപ്പോഴും ഭൂമി ഇതുപോലെ ആയിരുന്നില്ല. ആൻഡ് ഭൂമി ഉണ്ടായ സമയത്ത് അല്ലേ, ഭൂമി ജനിക്കുന്ന സമയത്ത് അതെങ്ങനെയായിരുന്നു എന്നുള്ളതും നമ്മൾ പറഞ്ഞു. ഇറ്റ് വാസ് ബോൺ ആസ് എ ഹ്യൂജ് ബോൾ ഓഫ് ഡസ്റ്റ് ആൻഡ് ഹോട്ട് ഗ്യാസസ്. ഡസ്റ്റ് അല്ലേ, പൊടിയുടെയും ഹോട്ട് ഗ്യാസ്, ചൂടുള്ള വാതകങ്ങളുടെയും ഒക്കെ ഒരു വലിയ പന്ത് പോലെ ആയിരുന്നു അല്ലേ ഭൂമി. ഇൻ ദ ടൈം ഓഫ് ദ എർത്ത് വാസ് ബോൺ ആൻഡ് ദ ബോൾ കെപ്റ്റ് ഓൺ സ്പിന്നിങ്. അതെപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നിട്ട് എപ്പോഴും അങ്ങനെ കറങ്ങിയിട്ട് അതിൻ്റെ ഔട്ടർ സർഫേസ് ഗ്രൂ കോൾഡ് ആൻഡ് ഹാർഡ്. വളരെ തണുപ്പുള്ളതും ഹാർഡ് കട്ടിയുള്ളതുമായിട്ട് മാറി. ഭൂമിയുടെ ഔട്ടർ സർഫേസ് മാത്രം എപ്പോഴും അങ്ങനെ സ്പിൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഔട്ടർ സർഫേസ് എന്തായി? ഹാർഡായി ആൻഡ് കോൾഡായി. ദെൻ സം ഗ്യാസസ് എസ്കേപ്ഡ് വൈൽ സം വെയർ ട്രാപ്ഡ് ഇൻസൈഡ്. ചൂടുള്ള വാതകങ്ങളുടെ ഒരു പന്താണെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ ഇങ്ങനെ എപ്പോഴും കറങ്ങിയിട്ട് അത് ഹാർഡായ സമയത്ത് ചില വാതകങ്ങൾ പുറത്തേക്ക് പോവുകയും ചിലത് അതിൻ്റെ ഉള്ളിൽ തന്നെ ട്രാപ്ഡ് ആവുകയും ചെയ്തു. ആൻഡ് ടുഡേ ദ എർത്ത് ഇസ് ലൈക്ക് ഹാഫ് ബോയിൽഡ് എഗ്. ഇന്ന് ഭൂമി എന്താണ്? ഒരു പകുതി വെന്ത എഗ്ഗ് മാതിരിയാണ് അല്ലേ. ഹാഫ് ബോയിൽഡ് എഗ്ഗ് മാതിരിയാണ്. കാരണം പുറമൊക്കെ ഹാർഡാണ്, പക്ഷെ അതിൻ്റെ അകം വളരെ ഒരു ലിക്വിഡി ആയിട്ടുള്ള ഒരു ലിക്വിഡ് ടൈപ്പ് ആയിട്ടുള്ള പോലെയാണ്. അങ്ങനെയാണ് ഹാഫ് ബോയിൽഡ് എഗ്ഗ് ഉണ്ടാവുക അല്ലേ. പാതി വെന്ത മുട്ട എങ്ങനെയാ ഉണ്ടാവുക? അതിൻ്റെ അകത്ത് അധികം ഇങ്ങനെ ലൂസ് ആയിരിക്കും അല്ലേ, പുറമൊക്കെ എന്തായിരിക്കും? നല്ല ഹാർഡായിട്ടുണ്ടാവും. ആൻഡ് ദെൻ ഇറ്റ്സ് ഔട്ടർ സർഫേസ് ഈസ് ഹാർഡ് ബട്ട് ഡീപ്പ് ഇൻസൈഡ് ഈസ് ഹാസ് ഹോട്ട് മോൾട്ടൺ മെറ്റീരിയൽ. അതിൻ്റെ അകം എന്താണ്? ഒരു സോഫ്റ്റ് ആണ്, ഒരു മോൾട്ടൺ മെറ്റീരിയൽ അല്ലേ, ഉരുകിയ അവസ്ഥയിലാണ് ഭൂമിയുടെ ഉള്ളിലുള്ളത്. പുറം ഭാഗമൊക്കെ ഹാർഡുമാണ്. ദെൻ ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദ എർത്ത് ഈസ് കോൾഡ് ക്രസ്റ്റ്. ദ ലെയേഴ്സ് ഓഫ് ദ എർത്ത്, നമ്മൾ പറഞ്ഞത് ഭൂമിയുടെ പാളികളെ കുറിച്ചാണ്. ലെയേഴ്സ് ഓഫ് ദ എർത്ത്. ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദ എർത്ത് ഈസ് കോൾഡ് ക്രസ്റ്റ്. ഭൂമിയുടെ ഏറ്റവും ആദ്യമുള്ള ഏറ്റവും പുറമേയുള്ള പാളിയെ നമ്മൾ ക്രസ്റ്റ് എന്ന് പറയും അല്ലെ. പുറം പാളി, പുറം ചട്ട എന്നൊക്കെ പറയും. ദെൻ ഇറ്റ് ഇസ് സോളിഡ്. അത് ഖരാവസ്ഥയിലാണ്. ബിക്കോസ് ഇറ്റ് ഇസ് വെരി ഹാർഡ് അല്ലെ. ഭൂമിയുടെ പുറം ഭാഗം ഹാർഡാണ് എന്ന് പറഞ്ഞു. ദെൻ ബിലോ ദ ക്രസ്റ്റ് ഈസ് എ തിക്ക് ലെയർ ഓഫ് റോക്ക് കോൾഡ് മാന്റിൽ. ഈ ക്രസ്റ്റിന്റെ താഴെയായിട്ട്, അതായത് പുറം പാളിയുടെ തൊട്ട് താഴെയായിട്ട് ഏതാ ഉള്ളത്? മാന്റിൽ എന്ന് പറയുന്ന ലെയർ ആണ് ഉള്ളത്. അത് the innermost layer of the earth is called the core. അതിന്റെയും ഉള്ളിലുള്ള ഭാഗത്തെ നമ്മൾ കോർ എന്ന് പറയും. കാമ്പ്, കോർ എന്ന് പറയും. Then core is divided into two, inner core and outer core അല്ലേ. ആ കോറിനെ തന്നെ രണ്ടായിട്ട്, അകക്കാമ്പ് പുറക്കാമ്പ് എന്നിങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇന്നർ കോർ, ഔട്ടർ കോർ. Then the inner core is a ball of hot solid metal. അതിന്റെ ഇന്നർ കോർ എന്താണ്? വളരെ ഹോട്ടാണ്, ഒരു സോളിഡ് മെറ്റലുമാണ്. ദെൻ ദ ഔട്ടർ കോർ ഈസ് എ ബോൾ ഓഫ് തിക്ക് ലിക്വിഡ് മെറ്റൽ. പുറം ഭാഗം, പുറംകാമ്പ് എന്താണ്? അത് വളരെ ഈസ് എ ബോൾ ഓഫ് തിക്ക് ലിക്വിഡ് മെറ്റൽ. വളരെ ലിക്വിഡ് ആയിട്ടുള്ള അല്ലെ, ദ്രാവകാവസ്ഥയിലുള്ള ഒരു മെറ്റലാണ് ഔട്ടർ കോറിലുള്ളത് എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ദെൻ ഡീപ് ബെനീത്ത് ഓഫ് ദ ക്രസ്റ്റ്. ക്രസ്റ്റിന്റെ പുറം തോടിന്, ഈ പുറം പാളിയുടെ ഏറ്റവും താഴെ അല്ലേ ആയിട്ട് എന്താ ഉള്ളത്? there is a reservoir of molten rocks called magma. ഒരു ഉരുകിയ പാറകളുടെ ഒരു റിസർവോയർ ഉണ്ട്. എന്താണ്? ഉരുകിയ പാറകളുടെ ഒരു ലിക്വിഡ് ആയിട്ടുള്ള ഒരു ദ്രാവകം പോലെയുള്ള അതിന്റെ ഒരു സംഭരണി എവിടെയുണ്ട്? ഇൻ ദ ഡീപ് ബെനീത്ത് ഓഫ് ദ ക്രസ്റ്റ്. ക്രസ്റ്റിന്റെ ഏറ്റവും താഴെയായിട്ടുണ്ട്. സംടൈംസ് ഇതിനെയാണ് നമ്മൾ മാഗ്മ എന്ന് പറയുന്നത്. ദെൻ സംടൈംസ് ദിസ് മാഗ്മ ഈസ് ഫോഴ്സ്ഡ് അപ് ടു the surface of the earth as liquid through cracks and weak points. It is called lava. This forms a volcano എന്നാണ് പറയുന്നത്. എന്താണ്? ഈ deep beneath of the crust, ക്രസ്റ്റിന്റെ ഏറ്റവും താഴെയായിട്ട് there is a reservoir of molten rocks.
മോൾട്ടൻ റോക്സ് എന്താണ്? ഉരുകിയ പാറകൾ അല്ലേ? നമ്മൾ പറഞ്ഞു ഭൂമി ഉണ്ടായ സമയത്ത് അതിൽ നിറയെ പാറകളായിരുന്നു, കട്ടിയുള്ള പാറകളായിരുന്നു. പിന്നെ അത് ഉരുകി അങ്ങനെ ഒരു ഹാഫ് ബോയിൽഡ് എഗ് മാതിരിയാണ് ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഇതാണ് നമ്മുടെ ക്രസ്റ്റിന്റെ താഴെയായിട്ട് ഇങ്ങനെ ഉരുകിയ പാറകളുടെ ഒരു ശേഖരമുണ്ട്, ഒരു റിസർവോയർ ഉണ്ട്. അതിനെ മാഗ്മ എന്ന് വിളിക്കും. ചില സമയങ്ങളിൽ ഈ മാഗ്മ എന്ത് ചെയ്യും? പുറത്തേക്ക് വരാൻ വേണ്ടി വളരെയധികം ഫോഴ്സ് ഉണ്ടാവും അല്ലേ? ഇതിനിങ്ങനെ പുറത്തേക്ക് വരാൻ വേണ്ടി ഫോഴ്സ്ഡ് ആവും. അപ്പോൾ ഭൂമിയുടെ വീക്ക് പോയിന്റ്സിലൂടെയും ക്രാക്സിലൂടെയും ചെറിയ ചെറിയ വിള്ളലുകളും ദുർബലമായിട്ടുള്ള ഏരിയകളും ഒക്കെ ഉണ്ടാവും അല്ലെ? അവർക്ക് എന്താണ് അത്ര പവർ ഉണ്ടാവില്ല. അപ്പൊ അകത്തുനിന്ന് ഈ മാഗ്മ ഇങ്ങനെ നല്ല പ്രഷറിൽ പുറത്തേക്ക് തള്ളാനുള്ള ടെൻഡൻസി ഉണ്ടാവുമ്പോ എന്ത് ചെയ്യും? ഈ ക്രാക്സിലൂടെയും വീക്ക് പോയിന്റ്സിലൂടെയും അല്ലെ, ചെറിയ വിള്ളലുകൾ കൂടി അത് പുറത്തു വരും. ദുർബലമായിട്ടുള്ള ഏരിയകളിൽ കൂടിയും ഈ മാഗ്മ പുറത്തേക്ക് വരും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാവ എന്ന് പറയുന്നത്. ഈ മാഗ്മ പുറത്തു വന്നാൽ ഇതിനെ നമ്മൾ ലാവ എന്ന് പറയുന്നു. Then this forms a volcano. ഈ ലാവകളൊക്കെ ജോയിൻ ചെയ്തിട്ടാണ് എന്തുണ്ടാവുക? വോൾക്കാനോ ഫോം ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. Then listen. The Earth is a special planet and it is the only planet in the solar system with life on it. If Earth were nearer to the sun than it actually is, it would have been too hot on Earth to support life. If it were farther away, it would have been too cold. Surrounding the Earth is a thick blanket of air called the atmosphere. The atmosphere has oxygen, which is necessary for the survival of plants, animals, and human beings. This has made life possible on Earth. നമ്മൾ ഭൂമിയിൽ ജീവൻ ഉണ്ട് അല്ലെ? ഭൂമിയിലാണ് ജീവിക്കാൻ പറ്റിയ എല്ലാ സിറ്റുവേഷൻസും, എല്ലാ അറ്റ്മോസ്ഫിയറും, എല്ലാ കണ്ടീഷൻസും ഇവിടെ ഉണ്ട്, നമ്മുടെ ഭൂമിയിലുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഭൂമിയിൽ ജീവിക്കുന്നത് അല്ലേ? Then the Earth is a special planet. We know that. എന്താണ്? നമ്മുടെ ഭൂമി ഒരു സ്പെഷ്യൽ പ്ലാനറ്റ് ആണ്. എന്തുകൊണ്ടാണ്? ഭൂമിയിലാണ് എല്ലാ ജീവികളെയും അവർക്ക് ജീവിക്കാനുള്ള നിലയിൽ ജീവികളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് എവിടെയാണ്? ഭൂമിയിലാണ് അല്ലേ? നമുക്ക് ലൈഫ് കൊണ്ടുപോകാൻ പറ്റിയ ഒരു കാലാവസ്ഥ എവിടെയുണ്ട്? നമ്മുടെ ഭൂമിയിലുണ്ട്. അതുകൊണ്ടാണ് അത് എർത്ത് ഈസ് എ സ്പെഷ്യൽ പ്ലാനറ്റ് എന്ന് പറയുന്നത്. ഭൂമി ഒരു സ്പെഷ്യൽ പ്ലാനറ്റ് ആണ്. Then it is the only planet in the solar system with life on it. ഭൂമിയിൽ അല്ല, ആകെ സോളാർ സിസ്റ്റത്തിൽ അല്ലേ, നമ്മുടെ ഈ സൗരയൂഥ വ്യവസ്ഥയിൽ, നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ ജീവന്റെ അംശം ഉള്ളത് എവിടെ മാത്രമാണ്? നമ്മുടെ ഭൂമിയിൽ മാത്രമാണ് അല്ലേ? വേറെ ഏതെങ്കിലും പ്ലാനറ്റിൽ ആളുകൾ താമസിക്കുന്നുണ്ടോ? ഇല്ല, നമ്മുടെ ഭൂമിയിൽ മാത്രമാണ് ജീവൻ ഉള്ളത് എന്നാണ്. അതുകൊണ്ടാണ് ഭൂമി ഒരു സ്പെഷ്യൽ പ്ലാനറ്റ് ആണ് എന്ന് പറയുന്നത്. If Earth were nearer to the sun than it actually is, it would have been too hot on Earth to support life. ഭൂമി എന്താണ്? സൂര്യനോട് വളരെ അടുത്താണ് എങ്കിൽ എന്ത് ചെയ്യും? It would have been too hot on Earth to support life. അതുകൊണ്ടാണ് ഭൂമിയിൽ ചൂടുള്ളതും എന്ത് ചെയ്യുന്നത്? ജീവനെ സപ്പോർട്ട് ചെയ്യുന്നതും അല്ലേ, ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്നതും. ആൻഡ് ഇഫ് ഇറ്റ് വെയർ ഫർദർ എവർ, ദെൻ നമ്മുടെ എർത്ത് സണ്ണിൽ നിന്ന് ഒരുപാട് ദൂരെയാണെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ടു കോൾഡ്. ഇത് വളരെ തണുപ്പായിരിക്കും അല്ലേ? നമ്മൾ സൂര്യനോട് അടുത്തായതുകൊണ്ട് അല്ലേ, സൂര്യനോട് കുറച്ച് അടുത്താണ്. ഒരുപാട് അടുത്താണെങ്കിൽ എന്താവും? വളരെ ചൂടായിരിക്കും. ഒരുപാട് ദൂരെയാണെങ്കിൽ എന്താണ്? വളരെ തണുപ്പായിരിക്കും. പക്ഷെ നമ്മുടെ കണ്ടീഷനിൽ എന്താണ്? നമുക്ക് ഭൂമിയിൽ ജീവിക്കാനുള്ള ആവശ്യത്തിനുള്ള ചൂടും തണുപ്പും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ദെൻ it would have been surroundings the earth is a thick blanket of air called the atmosphere. ഭൂമിയുടെ ചുറ്റും അല്ലേ, ഭൂമിയുടെ ചുറ്റും എന്തുണ്ട്? ഭൂമിയുടെ ചുറ്റും ബ്ലാങ്കറ്റ് ഓഫ് എയർ, കട്ടിയുള്ള വായുവിന്റെ കട്ടിയുള്ള ഒരു പുതപ്പുണ്ട്. അതായത് ഒരു പാളി എന്ന് പറയാം അല്ലെ? എയറിന്റെ വളരെ കട്ടിയുള്ള ഒരു ലെയർ, ഒരു ബ്ലാങ്കറ്റ് എവിടെയുണ്ട്? ഭൂമിയുടെ സറൗണ്ടിങ്സിൽ, ഭൂമിയെ ചുറ്റും ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷം എന്ന് പറയാ അല്ലെ? ഭൂമിയുടെ ചുറ്റുമുള്ള ഈ വായുവിന്റെ ഒരു പാളി, വായുവിന്റെ ഒരു പുതപ്പ് പോലെ അതിങ്ങനെ ഭൂമിയെ കവർ ചെയ്ത് നിൽക്കുന്നുണ്ട് അല്ലെ? നമുക്കറിയാം നമ്മുടെ ചുറ്റും എന്തുണ്ട്? എയർ ഉണ്ട് അല്ലെ? വായു എല്ലായിടത്തും ഉണ്ട്. അങ്ങനെ എയറിന്റെ കട്ടിയുള്ള ഒരു ബ്ലാങ്കറ്റ് പോലെ എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമിയെ പ്രൊട്ടക്ട് ചെയ്തിട്ടൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. നമ്മുടെ ചുറ്റുമുള്ള എയറിനെയാണ് എന്ത്? അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്.
The atmosphere has oxygen which is necessary for the survival of plants, animals and human beings. And atmosphere il endundu oxygen undu alle അന്തരീക്ഷത്തിലാണ് എന്ത് നമ്മുടെ ഓക്സിജൻ ഉള്ളത്. ഓക്സിജൻ നമുക്ക് ആവശ്യമില്ലേ? ഓക്സിജൻ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുമോ? നമ്മൾ ശ്വസിക്കുന്നത് എന്താണ്? ഓക്സിജൻ ആണ് അല്ലേ? അപ്പൊ എല്ലാ പ്ലാന്റ്സിനും ആനിമൽസിനും ഹ്യൂമൻ ബീയിങ്സിനും അല്ലെ, മൃഗങ്ങൾക്കും ചെടികൾക്കും മരങ്ങൾക്കും മനുഷ്യന്മാർക്കും ഒക്കെ എന്ത് വേണം? ഓക്സിജൻ വേണം. സോ അതുകൊണ്ട് തന്നെയാണ് ഭൂമിയിൽ എന്തുള്ളത്? ലൈഫ് നിലനിൽക്കുന്നത് അല്ലെ. ആൻഡ് ദ അറ്റ്മോസ്ഫിയറിലാണ്, അതായത് നമ്മുടെ ചുറ്റുമുള്ള ഈ എയറിന്റെ ബ്ലാങ്കറ്റ് അല്ലെ, ഭൂമിയെ ഇങ്ങനെ പൊതിഞ്ഞിട്ടുള്ള വായുവിന്റെ ഒരു പുതപ്പുണ്ട്, അന്തരീക്ഷമുണ്ട് അല്ലെ. ഈ അന്തരീക്ഷത്തിലാണ് എന്തുള്ളത്? ഓക്സിജൻ ഉള്ളത്. ഈ ഓക്സിജൻ നമുക്ക് എന്തിനാണ്? ശ്വസിക്കാൻ നമുക്ക് ഓക്സിജൻ ആവശ്യമുണ്ട്. നമുക്ക് മാത്രമല്ല അല്ലെ, എല്ലാ ചെടികൾക്കും മരങ്ങൾക്കും പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ എന്ത് വേണം? ഓക്സിജൻ വേണം എന്നാണ് പറയുന്നത്. ദിസ് ഹാസ് മെയ്ഡ് ലൈഫ് പോസിബിൾ ഓൺ എർത്ത്. ഇങ്ങനെ ഓക്സിജൻ ഉള്ളത് കൊണ്ടാണ് ഭൂമിയിൽ എന്തുള്ളത്? ജീവജാലങ്ങളും ജീവനും ഒക്കെ ഉള്ളത് അല്ലെ. ഓക്സിജൻ ഇല്ലെങ്കിൽ എന്തുണ്ടാവും? ജീവിക്കാൻ വേണ്ടി പറ്റുമോ? ചന്ദ്രനിലൊക്കെ ഓക്സിജൻ ഉണ്ടോ? ഇല്ല അല്ലെ. ചന്ദ്രനിലേക്കൊക്കെ പോകുമ്പോൾ ആളുകൾ എന്താണ്? ഒരു ഓക്സിജൻ ബാഗും കൊണ്ടാ പോവുക അല്ലെ. ആളുകളുടെ പുറത്ത് എന്താണ്? ഒരു ഓക്സിജൻ ട്യൂബൊക്കെ ഉണ്ടാവും. നമുക്ക് അവിടെ എത്തിയാൽ ശ്വസിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഇവിടുന്ന് ഓക്സിജൻ കൊണ്ട് പോകണം അല്ലെ. സോ ഭൂമിയിൽ എന്താണ്? നമ്മളൊക്കെ ഓക്സിജൻ ട്യൂബൊക്കെ ഫിറ്റ് ചെയ്തിട്ടാണോ നടക്കുന്നത്? അല്ലല്ലോ. നമുക്ക് ശ്വസിക്കാനുള്ള നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള ഓക്സിജൻ എവിടെയുണ്ട്? നമ്മുടെ അറ്റ്മോസ്ഫിയറിലുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഭൂമിയിൽ ജീവൻ ഉള്ളത്. ഓക്കെ, അതൊന്ന് വായിച്ചു നോക്കിയേ. മനസ്സിലായോ എന്ന്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എബിൻ, where are you? Ebin, Ebin, can you hear me? What are you doing there? I told you to read the lesson. Read the portion. ഓക്കെ, വായിച്ചല്ലോ. നെക്സ്റ്റ് പറയട്ടെ, മൂവ്മെന്റ്സ് ഓഫ് ദ എർത്ത് പറയട്ടെ. നമുക്കിനിയും രണ്ട് പോർഷൻസോ 3 പോർഷൻസോ ഉണ്ടല്ലേ. 2 പോർഷൻസ് ആണെന്ന് തോന്നുന്നു. രണ്ടും കുറച്ചധികം ഇതുപോലെ തന്നെ കുറച്ചധികം പഠിക്കാനുള്ള പോർഷൻസ് ആണ്. അപ്പൊ കുറച്ച് സ്പീഡിൽ പോയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. നിങ്ങൾക്ക് ഏകദേശം ഒരു ഏപ്രിലിൽ കൂടെ ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ മെയ്യിൽ അല്ലെങ്കിൽ ഏപ്രിൽ ലാസ്റ്റ് എക്സാം വെച്ചിട്ട് നിങ്ങളെ അങ്ങ് ഫ്രീ ആക്കുമായിരിക്കും. അപ്പോഴേക്കും നമ്മുടെ പോർഷൻസ് തീരണം. എല്ലാവരും അന്നന്ന് എടുക്കുന്ന ഭാഗങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കണം. എപ്പോഴും കഴിഞ്ഞ ദിവസം എടുക്കുന്നത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഒന്നാമത് നമ്മുടെ ടൈം പോകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാം, നന്നായിട്ട് എല്ലാവരും എടുക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ വായിച്ചു നോക്കുക. പിന്നെ എക്സാമിൻ്റെ കാര്യം എല്ലാവരും ഓക്കെ, 2 ലെസൺസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ഗൂഗിൾ ഫോം ആയിരിക്കും. പെട്ടെന്ന് ടിക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് നോട്ടൊക്കെ നോക്കി ചെയ്തിട്ട് പോകാം എന്നാരും കരുതണ്ട. ഫസ്റ്റ് പീരിയോഡിക് എക്സാം നടന്ന മെത്തേഡിൽ എന്താണ്, നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻഡ് നിങ്ങൾ ആൻസർ എഴുതുന്ന മെത്തേഡിലാണ് എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത്. റൈറ്റിംഗ് മെത്തേഡാണ് എന്തായാലും ഉണ്ടാവുക. ഗൂഗിൾ ഫോം ആവുമ്പോൾ എന്താണ്, ഈ എക്സാമിൻ്റെ ഇമ്പോർട്ടൻസും സീരിയസ്നെസ്സും നിങ്ങൾക്ക് അറിയാലോ. കാരണം
നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് പോകാൻ പോകുന്ന എക്സാം ആണ് അല്ലേ. ഇതുവരെ കഴിഞ്ഞ പോലെ നിങ്ങളുടെ പീരിയോഡിക് എക്സാം അല്ല വരാൻ പോകുന്നത്, നിങ്ങളുടെ സെക്കൻഡ് സെമസ്റ്റർ എക്സാം ആണ്. സോ നെക്സ്റ്റ് ഇയറിലേക്ക് ആരൊക്കെ പോകണ്ട, ആരൊക്കെ വീണ്ടും ഫോർത്തിൽ തന്നെ ഇരിക്കണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന എക്സാം ആണ്. യെസ്, യുവർ ഫൈനൽ എക്സാം ആണ് കേട്ടോ. അല്ല, ഏപ്രിലിലായിരിക്കും മിക്കവാറും ഉണ്ടാവുക നിങ്ങളുടെ ഫൈനൽ എക്സാം. അപ്പോൾ റൈറ്റിംഗ് മെത്തേഡ് ആയിരിക്കും, ക്വസ്റ്റ്യൻസ് തരും, പിന്നെ വലിയ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഉണ്ടാവും. എന്തായാലും നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യനും ആൻസേഴ്സും ഒക്കെ എഴുതാനുള്ള മെത്തേഡ് ആയിരിക്കും നിങ്ങൾ സാധാരണയായിട്ട് ചെയ്യുന്ന പോലെ അല്ലേ. നിങ്ങൾക്ക് സ്കൂളിൽ എങ്ങനെയാണോ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ട് നിങ്ങൾ എക്സാം എഴുതുന്നത്, അതുപോലെ സൂമിൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ട് എക്സാം എഴുതുന്ന മെത്തേഡ്. ഓർമ്മയുണ്ടോ ഫസ്റ്റ് പീരിയോഡിക് എക്സാം നടന്നത്? ടീച്ചേഴ്സ് ഇങ്ങനെ സൂമിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണിച്ചു തരും, നിങ്ങൾ അവിടുന്ന് പേപ്പറിൽ എഴുതും. ഓക്കെ, ആ മെത്തേഡാണ് നടക്കാൻ വേണ്ടി പോവുക. അതുകൊണ്ട് ഏതെങ്കിലും ഒക്കെ എണ്ണീട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കുത്തിയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാം എന്നുള്ള മെത്തേഡല്ല. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക, എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസേഴ്സും പോർഷൻസും നന്നായിട്ട് വായിക്കുക. നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിച്ചില്ലെങ്കിലും പോർഷൻ നന്നായി വായിച്ചാൽ തന്നെ, പിന്നെ വെറുതെ വായിച്ചുകൊണ്ട് കാര്യമില്ല, ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. നന്നായിട്ട് പോർഷൻ വായിക്കണം, പിന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ചോദിക്കാം, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് തന്നിട്ട് ആൻസർ എഴുതാൻ വേണ്ടി പറയാം. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക, അന്നുള്ള കാര്യങ്ങൾ അന്നു തന്നെ ഇനി പഠിക്കുക. ഇനി കുറച്ച് സമയമേ ഉള്ളൂ. നല്ല മാർക്കില്ലാത്ത ഒരാളെയും എന്താക്കില്ല, നെക്സ്റ്റ് ഇയറിലേക്ക് പോകാൻ വേണ്ടി സമ്മതിക്കില്ല. നിങ്ങളുടെ സിലബസ് കുറച്ച് ടഫാണ്, കുറച്ച് നന്നായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് തന്നെ അറിയാലോ നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നുണ്ട് എന്നുള്ളത്. കഴിഞ്ഞ തവണ വരെ, അതായത് തേർഡ് വരെ നിങ്ങൾ പഠിച്ച സിലബസ് ആയിരിക്കില്ല ഇപ്പോൾ അല്ലേ, വേറെ സ്കൂളിൽ നിന്ന് വന്നവരൊക്കെ ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാം, ഇത് CBSE സിലബസ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, നന്നായിട്ട് ശ്രദ്ധിച്ച് നന്നായി പഠിക്കുക എല്ലാവരും. മാർക്ക് മോളെ ദേവാഞ്ജന ഔട്ട് ഓഫ് 50 ആയിരിക്കും, ഔട്ട് ഓഫ് 50 തന്നെ ആയിരിക്കും മാർക്ക്, 50-ലായിരിക്കും ഉണ്ടാവുക. അതായത് ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് മീൻസ് 25 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് തന്നിട്ട് 50-ലേക്ക് മാർക്ക് കൺവേർട്ട് ചെയ്യായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ എക്സാമിൽ എത്രയാണ്, നിങ്ങൾ ഗൂഗിൾ ഫോമിലൊക്കെ ചെയ്ത എക്സാമിന് 25 ആയിരുന്നു അല്ലേ മാർക്ക്, ഫസ്റ്റ് പീരിയോഡിക്കും സെക്കൻഡ് പീരിയോഡിക്കും ഒക്കെ. പക്ഷെ ഇത് 50-ൽ തന്നെ ആയിരിക്കും മാർക്ക് ഉണ്ടാവുക. അപ്പോൾ 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും അറ്റൻഡ് ചെയ്യേണ്ടി വരും. നന്നായിട്ട് പഠിക്കണം, നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട്, സമയം വെറുതെ കളയരുത്. ഓക്കെ, ദെൻ നോക്കാം നമുക്ക് നെക്സ്റ്റ് ഭാഗം. തീരുന്ന അത്രയും പോർഷൻസ് നമുക്ക് മാക്സിമം തീർക്കാൻ വേണ്ടി നോക്കാം. ഇനി അഥവാ ലാസ്റ്റ് ഏതെങ്കിലും ഒന്ന് ബാക്കി വരികയാണെങ്കിൽ അല്ലേ, ഫിനിഷ് ചെയ്യാത്ത ഏതെങ്കിലും പാർട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഡോണ്ട് വറി, ആ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഫിനിഷ് ചെയ്ത ഭാഗത്ത് നിന്ന് മാത്രമേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഏതെങ്കിലും ഒക്കെ ഫിനിഷ് ചെയ്യാൻ കുറച്ച് ബാലൻസ് വന്നാലും നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. തന്നതും പഠിപ്പിച്ചതും മുഴുവൻ പഠിക്കുക. പരമാവധി നമ്മൾ തീർക്കാൻ വേണ്ടി നോക്കും. നിങ്ങൾക്ക് തന്നെ അറിയാലോ, ചിലപ്പോൾ ഒരു ദിവസം നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടായാൽ ഒരു ദിവസത്തെ ക്ലാസ് അങ്ങനെ തന്നെ മിസ്സാവും അല്ലേ. അപ്പൊ നമ്മുടെ സമയം അത്രയും വെറുതെ പോവും. അതുകൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്യും. മോളെ അല്ല, നമ്മുടെ ലെസൺസ് മുഴുവൻ ഫിനിഷ് ആവുകയാണെങ്കിൽ മുഴുവൻ ലെസൺസും ഉണ്ടാവും. ഇനി അഥവാ ലാസ്റ്റ് ഇപ്പോൾ ഇനി ഒരു നെക്സ്റ്റ് പോർഷൻ ഉണ്ട് അല്ലേ, ആ പോർഷൻ 5th പോർഷൻ വരെ എടുത്തു, 6th എടുക്കാൻ ടൈം കിട്ടിയില്ല, അല്ലെങ്കിൽ 6th പകുതിയെ എടുക്കാൻ പറ്റിയുള്ളൂ എങ്കിൽ ആ എടുത്ത അത്രയുമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ 6 ചാപ്റ്റേഴ്സും തീരുകയാണെങ്കിൽ അത് മുഴുവൻ എക്സാമിന് വരും. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കണം, ഒന്നും മിസ് ചെയ്യരുത്, എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് പഠിക്കുക. ടെക്സ്റ്റ് ബുക്ക് ഒരു ദിവസം ഒരു 2 or 3 തവണ വായിക്കാനുള്ള സമയമൊക്കെ നിങ്ങൾക്കുണ്ട്. എന്താണ് മോളെ അൽന, ഫസ്റ്റ് ലെസൺ ഉണ്ടോന്ന്? ഫസ്റ്റ് ലെസണും ഒക്കെ ഉണ്ട്. സേഫ്റ്റി ആൻഡ് ഫസ്റ്റ് എയ്ഡ് അല്ലേ നമ്മുടെ ഫസ്റ്റ് ലെസൺ. ഫസ്റ്റ് ലെസൺ ആണോ അല്ല ഫസ്റ്റ് നമ്മുടെ സെമിസ്റ്റർ ആണോ ഉദ്ദേശിക്കുന്നത്? ഇതിലെത്തെ നമ്മുടെ സെക്കൻഡ് സെമിസ്റ്ററിലെ മുഴുവൻ പോർഷൻസും ഉണ്ടാവും കേട്ടോ. ദെൻ നോക്കാം നമുക്ക് നെക്സ്റ്റ് ഭാഗം എന്താണെന്നുള്ളത്. മൂവ്മെന്റ്സ് ഓഫ് ദ എർത്ത്, ഭൂമിയുടെ മൂവ്മെന്റ്സിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. ദെൻ ദ എർത്ത് ഷോസ് 2 different types of movements, rotation and revolution. ഭൂമിക്ക് 2 തരത്തിലുള്ള ചലനങ്ങൾ, മൂവ്മെന്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഒന്നാമത്തേത് റൊട്ടേഷൻ ആണ് അല്ലെ, ഭൂമി ഇങ്ങനെ
കറങ്ങുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് റെവല്യൂഷൻ? റെവല്യൂഷൻ എന്താണ്? റെവല്യൂഷൻ എന്നുള്ള വാക്കിന്റെ മീനിങ് എന്താണ്? വിപ്ലവം എന്നുള്ളതാണ്. ഒരു ചേഞ്ച് ഉണ്ടാവും അവിടെ. ദെൻ ഫസ്റ്റ് പറയാൻ വേണ്ടി പോകുന്നത് റൊട്ടേഷനെ കുറിച്ചാണ്. മൂവ്മെന്റ്സ് ഓഫ് ദ എർത്തില് ഫസ്റ്റ് പോയിന്റ് റൊട്ടേഷൻ. There are two types of movement, അല്ലേ? റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ. ആൻഡ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് വാട്ട് ഈസ് റൊട്ടേഷൻ. എന്താണ് എർത്തിന്റെ റൊട്ടേഷൻ എന്നുള്ളത്. Rotation is the movement of the earth on its own axis, and the axis is an imaginary line running from the north pole to south pole. The earth takes 24 hours to rotate once on its axis, and all planets excepting Venus and Uranus spin from west to east. Rotation causes formation of day and night. When the earth rotates, one half of the earth faces the sun and has day, the other half of the earth has night. ഭൂമിയുടെ റൊട്ടേഷനെ കുറിച്ചാണ് പറയുന്നത്. ഭൂമിയുടെ കറക്കം, അല്ലേ? നമുക്കറിയാം എന്ത് ചെയ്യുന്നുണ്ട്, ഭൂമി കറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്നതാണ്, അല്ലേ? ഭൂമിക്ക് എന്തുണ്ട്? റൊട്ടേഷൻ ഉണ്ട്. അതായത് ഭൂമി എപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് അറിയാം. ആ റൊട്ടേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. റൊട്ടേഷൻ ഈസ് ദ മൂവ്മെന്റ് ഓഫ് ദ എർത്ത് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ്. ഭൂമിയുടെ കറക്കമാണ്, അല്ലേ? ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? കറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. റൊട്ടേഷൻ ഈസ് ദ മൂവ്മെന്റ് ഓഫ് ദ എർത്ത് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ്. ഭൂമി എപ്പോഴും അതിന്റെ അച്ചുതണ്ടിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒരു ആക്സിസ്. അതായത് നിങ്ങൾ ചിലപ്പോൾ ഭൂമിയുടെ ഇങ്ങനെ ഗ്ലോബ് ഒക്കെ കാണുന്ന സമയത്ത് അതിന്റെ നടുവിൽ കൂടെ, ശ്രീദേവ് എങ്ങോട്ടാ ചാടി പോകുന്നത്? ശ്രീദേവ് അവിടെ അടങ്ങിയിരുന്നേ. ഭൂമിയുടെ നടുവിൽ കൂടെ എന്തുണ്ട്? ഒരു ലൈൻ ഉണ്ട്, അല്ലേ? ഒരു അച്ചുതണ്ട് ഉണ്ട്, അല്ലേ? അപ്പൊ നമ്മൾ ഗ്ലോബിലൊക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് എന്താണ്, അതിൽ വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ കറക്കി കറക്കി നോക്കുക, അല്ലേ? അപ്പൊ ഭൂമി എപ്പോഴും കറങ്ങുന്നത് എവിടെയാണ്? അതിന്റെ അച്ചുതണ്ടിലാണ് എന്നാണ് പറയുന്നത്. ആൻഡ് the axis is an imaginary line running from the north pole to south pole. ഈ ആക്സിസ് എന്ന് പറയുന്നത്, ഭൂമിക്കൊരു ആക്സിസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? ഭൂമിക്കൊരു അച്ചുതണ്ട് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ അതെന്താണ്? ആക്ച്വലി അത് ഉള്ളതല്ല. അതൊരു ഇമാജിനറി ലൈൻ ആണ്. റണ്ണിങ് ഫ്രം ദ നോർത്ത് പോൾ ടു സൗത്ത് പോൾ. വടക്ക് ധ്രുവം, അല്ലേ? ഈ നോർത്ത് പോളിൽ നിന്ന് തെക്കേ ഭാഗത്തേക്ക്, അല്ലേ? സൗത്ത് പോളിലേക്ക് ഇങ്ങനെ ഉള്ള ഒരു ഇമാജിനറി ലൈൻ ആണ് എന്ത്? ഈ ആക്സിസ്. ഈ അച്ചുതണ്ട് എന്ന് പറയുന്നത് ഒറിജിനൽ ആയിട്ടുള്ളതല്ല, അതൊരു ഇമാജിനറി ആണ്, അല്ലെ? ഒരു സങ്കല്പമാണ് അവിടെ ഉണ്ട് എന്നുള്ളത്. നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് അങ്ങനെ ഒരു അച്ചുതണ്ട് ഉണ്ട് എന്നുള്ളത് ഇമാജിനേഷൻ ആണ്. The earth takes 24 hours to rotate once on its axis. ഭൂമി ഒരു തവണ അതിന്റെ അച്ചുതണ്ടിൽ ഇങ്ങനെ കറങ്ങണമെങ്കിൽ ഭൂമിക്ക് 24 മണിക്കൂർ വേണം എന്നാണ് പറയുന്നത്. ഈ 24 hours ആണ് എന്ത്? ഒരു ദിവസം, അല്ലേ? ഒരു ദിവസത്തിൽ എത്ര മണിക്കൂർ ഉണ്ട് എന്ന് നമുക്കറിയാലോ. 24 hours ആണ് ഒരു ദിവസം ഉള്ളത്. സോ ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ ഇങ്ങനെ കറങ്ങിയിട്ട് കംപ്ലീറ്റ് ചെയ്ത് വരാൻ വേണ്ടി, അല്ലേ? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കറങ്ങി വീണ്ടും അതുപോലെ തിരിച്ചെത്താൻ വേണ്ടി എത്ര സമയം വേണം? 24 മണിക്കൂർ വേണം. ഈ 24 hours ആണ് എന്ത്? ഒരു ദിവസം, അല്ലേ? Then all planets excepting Venus and Uranus, അല്ലേ? എല്ലാ പ്ലാനറ്റും എക്സെപ്റ്റിംഗ് വിനസ് ആൻഡ് യുറാനസ്, യുറാനസും വീനസും ഒഴികെ, അല്ലേ? എന്താണ്? നമ്മുടെ ഭൂമിയുടെ, നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ എല്ലാ പ്ലാനറ്റും, യുറാനസ് ആൻഡ് വീനസ് ഒഴികെ എല്ലാം എവിടുന്ന് എങ്ങോട്ടാണ് കറങ്ങുന്നത്? സ്പിൻ ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് എന്ത് ചെയ്യുന്നത്? എല്ലാ ഗ്രഹങ്ങളും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. വിനസും യുറാനസും ഒഴികെ ബാക്കി എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? പടിഞ്ഞാറ് ടു കിഴക്ക് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. റൊട്ടേഷൻ കോസസ്
ഫോർമേഷൻ ഓഫ് ഡേ ആൻഡ് നൈറ്റ്. നമ്മൾ പറഞ്ഞു ഭൂമിക്ക് ഒരു അച്ചുതണ്ട് ഉണ്ട് എന്ന് ആദ്യം പറഞ്ഞു. പിന്നെ പറയുന്നു ആ അച്ചുതണ്ട് ഒരു ഇമാജിനറി ആണ് അല്ലേ, അതൊരു സങ്കല്പമാണ് അവിടെ ഉണ്ട് എന്നുള്ളത്. അങ്ങനെ എപ്പോഴും ഭൂമി ഇങ്ങനെ ആ അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കറങ്ങി ഒരു ഡേ ഭൂമിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി 24 മണിക്കൂർ വേണം. അതായത് ഒരു റൊട്ടേഷൻ ഫിനിഷ് ചെയ്യാൻ വേണ്ടി അല്ലേ, ഒരു പ്രാവശ്യം കറങ്ങി അതുപോലെ തിരിച്ചെത്താൻ വേണ്ടി 24 മണിക്കൂർ വേണം. ആ 24 മണിക്കൂറാണ് എന്ത്, ഒരു ദിവസം. അപ്പോൾ വിനസും യുറാനസും ഒഴികെ ബാക്കി എല്ലാം എന്തുണ്ട്, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് റൊട്ടേറ്റ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. പടിഞ്ഞാറ് നിന്ന് കിഴക്കേക്ക് അതിങ്ങനെ എന്തെന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദെൻ റൊട്ടേഷൻ കോസസ് ഫോർമേഷൻ ഓഫ് ഡേ ആൻഡ് നൈറ്റ്. ഭൂമി ഇങ്ങനെ കറങ്ങുന്നത് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്, ഡേ ആൻഡ് നൈറ്റ്, രാത്രിയും പകലും ഉണ്ടാകുന്നത് അല്ലേ. ദെൻ വെൻ ദ എർത്ത് റൊട്ടേറ്റ്സ് 1/2 ഓഫ് ദ എർത്ത് ഫേസസ് ദ സൺ. അതായത് ഭൂമി ഇങ്ങനെ കറങ്ങിയിട്ട് അതിന്റെ ഒരു പകുതി, ഒരു ഭാഗം സൂര്യന്റെ അടുത്താവുമ്പോൾ, സൂര്യനെ ഇങ്ങനെ ഫേസ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും, ഡേ ഉണ്ടാവും, പകൽ ഉണ്ടാവും അല്ലെ. അതായത് ഒരു ഭാഗം കറങ്ങി സൂര്യന്റെ അടുത്ത് എത്തുമ്പോൾ ആ ഭാഗം എന്താണ്, പകലാണ്. ദെൻ വീണ്ടും റൊട്ടേറ്റ് ചെയ്തിട്ട് ആ ഭാഗമാണ് പകല്. ദെൻ ഓപ്പോസിറ്റ് സൈഡ് എന്തുണ്ട്, അവിടെയാണ് നൈറ്റ് എന്ന് പറയുന്നത്. ഫേസസ് ദ സൺ ഈസ് ഹാസ് ഡേ ആൻഡ് ദ അതർ ഹാഫ് ഓഫ് ദ എർത്ത് ഹാസ് നൈറ്റ്. സൂര്യനെ ഫേസ് ചെയ്യുന്ന ഭാഗം പകലും ദെൻ മറ്റേ ഭാഗം എന്താണ്, രാത്രിയുമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ. റൊട്ടേഷൻ ഈസ് ദ മൂവ്മെന്റ് ഓഫ് ദ എർത്ത് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ്. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്ത്, റൊട്ടേഷൻ ഉണ്ടാവുന്നത്. ആൻഡ് ദ ആക്സിസ് ഈസ് ആൻ ഇമാജിനറി ലൈൻ റണ്ണിങ് ഫ്രം ദ നോർത്ത് പോൾ ടു സൗത്ത് പോൾ. ഈ ആക്സിസ് എന്ന് പറയുന്നത് ഒരു ഇമാജിനേഷൻ ആണ്, അങ്ങനെ ഇല്ല, അതൊരു ഇമാജിനേഷൻ ആണ്. ഇറ്റ് ഈസ് റണ്ണിങ് ഫ്രം നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കുള്ള ഒരു ഇമാജിനറി ആക്സിസ് ആണ് അത് എന്നാണ് പറയുന്നത്. ദെൻ എർത്ത് ടേക്സ് 24 hours ടു റൊട്ടേറ്റ് വൺസ് ഓൺ ഇറ്റ് ആക്സിസ്. ഭൂമിക്ക് ഒരു തവണ അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങണമെങ്കിൽ എന്ത് വേണം, 24 മണിക്കൂർ വേണം അല്ലേ. അപ്പോൾ യുറാനസും വിനസും ഒഴികെ ബാക്കി എല്ലാ പ്ലാനറ്റ്സും എങ്ങോട്ടാണ്, വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ് കറങ്ങുന്നത്. ഭൂമി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത്. കറങ്ങിക്കൊണ്ട് പോകുന്ന ഒരു ഭാഗം എന്ത്, സൂര്യനെ ഫേസ് ചെയ്യുന്ന ഭാഗം ഡേയും അതർ സൈഡ് ഈസ് നൈറ്റുമാണ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ എന്ത് ചെയ്യാൻ, നന്നായി വായിച്ചിട്ട് വരിക. എല്ലാ ഭാഗവും, ഈ പോർഷനിലെ എല്ലാ ഭാഗവും വായിച്ചു നോക്കുക. കാരണം ഇത് ഞാൻ നിങ്ങളോട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ പറഞ്ഞു, എപ്പോഴും ഇത് വായിച്ചു നോക്കണം അല്ലേ. ഇനിയുള്ള പോർഷൻസ് ഒക്കെ കുറച്ച് ടഫാണ്. ആദ്യം എടുത്ത ഭാഗങ്ങളൊക്കെ ലാസ്റ്റ് ആകുമ്പോഴേക്കും നിങ്ങൾ മറന്നു പോകും, കുറച്ചധികം ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് നന്നായി വായിച്ചു നോക്കിയിട്ട് വേണം നെക്സ്റ്റ് ക്ലാസ്സിൽ വരാൻ വേണ്ടി. നമുക്കെന്നാൽ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാം, നമ്മുടെ ടൈം കഴിയാണ്. സോ കിട്ടുന്ന ടൈമൊക്കെ വായിക്കുക. എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്കറിയാം, സയൻസ്, സോഷ്യൽ, ഇതൊക്കെ നിങ്ങൾക്ക് കുറച്ചധികം പഠിക്കാനുണ്ട് അല്ലേ. മാത്സ് ഉണ്ടാവും, ഇംഗ്ലീഷ്, ഇതൊക്കെ കുറച്ചധികം പഠിക്കാനുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ അതെന്ത് ചെയ്യാൻ, നന്നായിട്ട് അതൊക്കെ പഠിക്കുക. എക്സാം നല്ല ഈസി ആയിരിക്കും, ഗൂഗിൾ ഫോമിൽ ആയിരിക്കും എന്ന് കരുതി പഠിക്കാതിരിക്കരുത്. എക്സാം അങ്ങനെയല്ല നടക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക എല്ലാവരും. ഓക്കെ, ദെൻ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്, നമ്മുടെ ടൈം കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കി പറയാം. ഓക്കെ, ബൈ.